അടുത്തിടെ മലയാളത്തിലെ ചില യൂട്യൂബ് ചാനലുകളിൽ വരുന്ന അഭിമുഖങ്ങൾ യാതൊരു നിലക്കുള്ള നിലവാരവുമില്ലാത്തതാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു കാണും. ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ, അശ്ലീല വാക്കുകൾ, അന്യൻ്റെ സ്വകാര്യത ഭേദിക്കുന്ന ചോദ്യങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും ഈ നിലക്കുള്ള ഇൻ്റർവ്യൂകളിൽ, അഭിമുഖങ്ങളിൽ നമ്മൾ കാണുന്നത്. എങ്ങനെയെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അത് വൈറലാക്കണം, അങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടണം എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കുളിമുറി വിവാദം. അടുത്ത വീടുകളിലെ കുളിമുറികളിലേക്ക് ഒളിഞ്ഞു നോക്കിയിരുന്നു എന്ന് പരസ്യമായി ഒരു ചാനലിൽ ഇരുന്ന് പറയാൻ നോക്കൂ നിങ്ങൾ. ഗുരുതരമായ ഒരു തെറ്റ് നോർമലൈസ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നിട്ടോ അത് കേൾക്കുമ്പോൾ അവതാരക പൊട്ടിച്ചിരിക്കുന്നു, ആവേശത്തോടുകൂടെ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. അവസാനം അതിനെതിരിൽ ശക്തമായ പ്രതികരണങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അവർക്ക് മാപ്പ് പറയേണ്ടി വന്നു. അത് മുൻകൂട്ടി ഷൂട്ട് ചെയ്തതാണ്. എഡിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അത് കേട്ട് കാണും. അപ്പോഴൊന്നും അതിലൊരു പ്രശ്നവും അവർ കാണുന്നില്ല. പിന്നെ ജനങ്ങൾ അത് വിഷയമാക്കുമ്പോഴാണ് അതിലൊരു പ്രശ്നമുള്ളതായി, അതല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ മാപ്പ് പറയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഒരു അഭിമുഖം? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളെ പരിചയപ്പെടുത്താൻ, അയാളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മെസ്സേജുകൾ ഷെയർ ചെയ്യാനൊക്കെയാണ് സാധാരണയായി ഇൻ്റർവ്യൂ ചെയ്യാറുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ പല യൂട്യൂബ് ചാനലുകളും ആരെയൊക്കെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്, ആരെയൊക്കെയാണ് പിടിച്ചു കൊണ്ടുവന്നിരുത്തുന്നത്, എന്നിട്ട് അഭിമുഖം നടത്തുന്നത്? യാതൊരു നിലക്കുള്ള അതിനുള്ള അർഹതയുമില്ലാത്ത, വഴിയിലൂടെ നടന്നു പോകുന്ന കണ്ടവനെല്ലാം പിടിച്ചു കൊണ്ടുവന്നിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുകയും ഈ നിലക്കുള്ള ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ നടത്തുക, അശ്ലീല വാക്കുകൾ പറയുക, ഇതൊക്കെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊന്നും അറിയാത്തൊരു സമാന്തര ലോകം സോഷ്യൽ മീഡിയയിലുണ്ട്. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അവിടെ രാഷ്ട്രീയ ചർച്ചകളോ സംവാദങ്ങളോ മതപരമായ ചർച്ചകളോ മൂല്യങ്ങളോ ഒന്നുമല്ല അവിടെ ചർച്ചാ വിഷയം. അവിടെയുള്ള ചർച്ചാ വിഷയം എന്താണ്? അശ്ലീല വാക്കുകൾ, അതുപോലെ തന്നെ വൃത്തികെട്ട വർത്തമാനങ്ങൾ, കുറെ കോമാളിത്തരങ്ങൾ, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ സാമൂഹ്യ വിരുദ്ധരായ ഒരു തലമുറയെ വളർത്തുകയാണ് സത്യത്തിൽ ഈ നിലക്കുള്ള ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആളുകൾ, വെട്ടുകിളികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവമായി ജാഗ്രത പാലിക്കേണ്ട ഒരു മേഖലയും കൂടിയാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.